ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 7ാമത്തെ സെഷനാണ്. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്റർ 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് വെക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മൾട്ടി ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആക്സിസ് ഉണ്ട്. അപ്പം ഈ ബോർഡാണ് ഒരു പ്ലെയിൻ എന്ന് വിചാരിക്കുക. ആ ബോർഡിലാണ് പ്ലെയിൻ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു y ആക്സിസ് ഉണ്ട്, ഒരു x ആക്സിസ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആക്സിസ് ഉണ്ടെങ്കിൽ അതൊരു 2 ഡയമെൻഷൻ മൾട്ടി ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ 2 ഡയമെൻഷണൽ മോഷൻ ആവാം, ചിലപ്പോൾ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ 3 ഡയമെൻഷണൽ മോഷൻ പഠിച്ചെന്ന് വരാം. അപ്പോൾ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്ടേഴ്സ് എന്താണെന്ന് അറിയണം, വെക്ടേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നറിയണം. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ 5 ക്ലാസ്സായിട്ട് നമ്മൾ നോക്കിയത്. അതിനുശേഷം 6ാമത്തെ ക്ലാസ്സിൽ ഈ 2 ഡയമെൻഷണൽ മോഷൻ വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റ്സ് വെച്ച് എങ്ങനെ 2 ഡയമെൻഷണൽ മോഷൻ ചെയ്യാം എന്നുള്ളതും ഇന്നത്തെ 7ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സബ് പാർട്ടായ മോഷനിൻ്റെ പ്ലെയിൻ്റെ ഒരു സബ് പാർട്ടായ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞ സെഷനുമാണ്. ആൻഡ് ഇതിന് ശേഷം അടുത്ത 8ാമത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ ആയിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 6 സെഷൻസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുള്ളവർ അത് കണ്ടിട്ട് വരിക. അത് ഇവിടെ കാർഡ്സിലുണ്ടാവും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഈ സെഷൻ കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഒരു ഫ്ലോയിന് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞ പോലെ പ്രൊജക്ടൈൽ മോഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ റിക്വസ്റ്റ് ചെയ്യട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തോടെയും വളരെ ഇഷ്ടത്തോടെയും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാർക്സ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മനസ്സിലാക്കി പഠിക്കുക. ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം, മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ കമൻസ് വായിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് കിട്ടണമെന്നുള്ളവർ ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് പറയാം. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ബോർഡിലുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സായിട്ട് എഴുതിക്കൊള്ളുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊജക്ടൈൽ മോഷനാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അത് 2 ഡയമെൻഷണൽ മോഷൻ്റെ ഒരു സബ് പാർട്ടാണ്. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഡെഫിനിഷൻ നോക്കാം. എ ബോഡി ത്രോൺ ഇൻ ടു സ്പേസ് ഓർ എയർ with some initial velocity and moving under the influence of gravity only is a projectile. Okay, ആദ്യം ആ വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എറിയുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, സോ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയുന്ന സാധനങ്ങൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എ ബോഡി ഈസ് ത്രോൺ ഇൻ ടു സ്പേസിലോട്ട് ഒരു ബോഡി ത്രോ ചെയ്തു, ഒരു വസ്തുവിനെ ത്രോ ചെയ്തു. ഓക്കെ, എയർ ആവാം, സ്പേസ് ആവാം, എയർ ആവാം. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അങ്ങനെ എറിയുമ്പോൾ അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഒരു ഫുട്ബോൾ ആണെന്ന് വിചാരിച്ചോളാം, ഞാൻ ഫുട്ബോളിനെ ചവിട്ടുവാണ്. അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ ആണെന്ന് വിചാരിച്ചോളാം, ഞാൻ ബാറ്റ് വെച്ച് ക്രിക്കറ്റ് ബോളിനെ അടിക്കുവാണ്. ഓക്കെ, അപ്പോൾ ആ ബോളാണ് അവിടുത്തെ പ്രൊജക്ടൈൽ. ബാറ്റ് വെച്ച് ഞാൻ ക്രിക്കറ്റ് ബോളിനെ അടിച്ചു. അപ്പോൾ അടിച്ചു കഴിഞ്ഞ ഉടൻ ആ ബോളിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആദ്യം പോകുന്ന ഒരു വേഗതയുണ്ട്. അങ്ങനെ ഒരു വേഗതയിലോട്ടാണ് ഞാൻ അതിനെ അടിച്ച് വിടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വസ്തു. ഓക്കെ, ആൻഡ് മൂവിങ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഓൺലി, ഗ്രാവിറ്റിയുടെ മാത്രം, ഗുരുത്വാകർഷണ ശക്തി വെച്ച് മാത്രം, അതിൻ്റെ ഇൻഫ്ലുവൻസ് മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിമാനം അതൊരിക്കലും ഒരു പ്രൊജക്ടൈലല്ല. കാരണം എന്താ, അത് വൺസ് എയറിൽ പൊന്തിപ്പോയതിന് ശേഷം അതിൽ എഞ്ചിനുണ്ട്. അപ്പോൾ എഞ്ചിൻ്റെ ശക്തി, എഞ്ചിൻ്റെ ഇൻഫ്ലുവൻസ് അതിലെപ്പോഴും ഉണ്ട്. ഓക്കെ, ഗ്രാവിറ്റി കൂടാണ്ട് എഞ്ചിൻ്റെ ഇൻഫ്ലുവൻസ് അതിനെപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരു പ്രൊജക്ടൈലല്ല. അതേപോലെ ഒരു പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിറക് വെച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാവിറ്റി കൂടാതെ, ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഗുരുത്വാകർഷണ ശക്തി ഭൂമി എല്ലാത്തിനെയും അതിൻ്റെ സെൻറ്ററിലോട്ട് വലിക്കുവാണ്. ആ ശക്തി കൂടാതെ അതിൻ്റെ ചിറക് വെച്ച് ബേർഡിന് ഒരു ശക്തിയുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രൊജക്ടൈലല്ല. പ്രൊജക്ടൈൽ ആയത് എന്താണ്, വെറുതെ എറിയുന്ന സാധനങ്ങളാണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ പറയാം. ഒരു അടിച്ച ക്രിക്കറ്റ് ബോളിനെ അടിച്ച് ഞാൻ ബൗണ്ടറിയിലോട്ട് വിട്ടു, അതൊരു പ്രൊജക്ടൈലിൻ്റെ എക്സാമ്പിളാണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബീരങ്കി വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗൺ എടുത്തിട്ട് ബുള്ളറ്റ് ഷൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അതിനുശേഷം വൺസ് അത് പ്രൊജക്റ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൺസ് അത് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ആകെ ഉള്ളത് ഗുരുത്വാകർഷണ ശക്തിയുടെ ഇൻഫ്ലുവൻസ് മാത്രമാണ്. അങ്ങനെയുള്ള വസ്തുക്കളെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഷനെ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ദ ഷേപ്പ് ഓഫ് പാത്ത് ഫോളോഡ് ഈസ് എ പാരബോള. സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് എറിയുവാണ്, ഇത് ഫുട്ബോളാണെന്ന് വിചാരിച്ചോളാം. ഇവിടെ ഗോൾ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഈ പാത്ത് എപ്പോഴും ഒരു പാരാബോളിക് പാത്തായിരിക്കും.
ഓക്കെ, ഈ പാരാബോള എന്താണ് എന്നുള്ളത് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പഠിക്കാനുണ്ട്. ബട്ട് ഇപ്പോഴത്തേക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പാരാബോളിക് പാത്ത് ആയിരിക്കും ഇത് എടുക്കുന്നത്. എന്താണ് പാരാബോളിക് പാത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് ഒരൊറ്റ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഒരൊറ്റ സിംഗിൾ പോയിന്റിലായിരിക്കും അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വരുന്നത്. അങ്ങനെയുള്ള ഷേപ്പായിരിക്കും ഈ പ്രൊജക്ടൈൽ മോഷനിലുള്ള വസ്തുക്കൾ എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് പോകുന്ന പാത്ത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പാരാബോള ആയിരിക്കും. നമുക്ക് നോക്കാം, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പാരാബോളിക് പാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷൻ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ ഇതിനിതാ ഒരു ഹൈറ്റുമുണ്ട്, ഒരു ഡിസ്റ്റൻസും ഉണ്ട് അല്ലേ? ഒരു എക്സ് ആക്സിസിൽ ഒരു ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഉണ്ട്, ഒരു വെർട്ടിക്കൽ ഹൈറ്റും ഉണ്ട്. അപ്പോൾ രണ്ട് ആക്സിസ് ഉണ്ട്. ഒബ്വിയസ്ലി ഇതൊരു 2 ഡയമെൻഷണൽ മോഷൻ ആണ്. അപ്പോൾ 2 ഡയമെൻഷണൽ മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് വെക്ടേഴ്സിന്റെ കൺസെപ്റ്റ്സ് വെച്ച് വേണം നോക്കാൻ. നമുക്ക് നോക്കാം. കൺസിഡർ ബോഡി പ്രൊജക്റ്റഡ് അറ്റ് എ വെലോസിറ്റി u. ഓക്കെ, ഒരു ഇനിഷ്യൽ വെലോസിറ്റി യുവിൽ ഒരു ബോഡീനെ പ്രൊജക്ട് ചെയ്തു അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, ഇതാണ് ആ ബോഡി എന്ന് വിചാരിച്ചോളാം. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഞാൻ പറഞ്ഞു. ഓയിൽ നിന്നും ഞാൻ ആ ബോഡീനെ പ്രൊജക്ട് ചെയ്തു. ഓക്കെ, ഒരു തീറ്റ ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി അതിന് u ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതിനെപ്പോഴും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഗ്രാവിറ്റി ഉണ്ടാവും. അപ്പോൾ എങ്ങോട്ടാണോ നമ്മൾ അടിച്ച് പൊന്തിച്ച് വിട്ടാലും ഗ്രാവിറ്റി അതിനെ താഴെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ചു ദൂരം ഇത് മുകളിൽ പോയി ഗ്രാവിറ്റി ഇതിനെ വലിച്ച് അതിൻ്റെ ശക്തി കുറച്ച് പിന്നെ അതിനെ താഴോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാം, ഈ u എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഒരു വെക്ടറാണ്. ആ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറായി നമുക്കതിന് വരയ്ക്കാം. അതാണ് ഈ റെഡിൽ വരച്ചേക്കുന്ന ആരോ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതാണ് u എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു u വെലോസിറ്റിയിൽ ഇത് അടിച്ച് പൊന്തിച്ച് വിട്ടു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റി ഇതിനെ താഴോട്ട് പിടിച്ച് വലിക്കുകയാണ്, ഇങ്ങോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം പോകുമ്പോൾ ഇതിൻ്റെ ചരിവ് കുറഞ്ഞു വരും. ഇത് മുകളിൽ പോകുന്തോറും ഈ യുവിൻ്റെ ചരിവ് കുറഞ്ഞു വരും, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുടെ ചരിവ് കുറഞ്ഞു വരും. അപ്പം ആദ്യം ഇവിടെ തുടങ്ങി, അപ്പം വരച്ച വെലോസിറ്റി വെക്ടറാണ് ഇത്. കുറച്ച് കഴിഞ്ഞ് അടുത്ത ഒരു പോയിന്റ് എടുത്തു. ലെറ്റ്സ് സേ ഇത് പോയിന്റ് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സിലെ വെലോസിറ്റി വെക്ടർ വരച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലെറ്റ്സ് സേ 45 ഡിഗ്രി ആണെന്ന് ഞാൻ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ എക്സിൽ ലെസ് ദാൻ 45 ഡിഗ്രി ആയിരിക്കും. കാരണം ഗ്രാവിറ്റി ഇതിനെ പിടിച്ച് താഴോട്ട് വലിക്കുവാണ്. ഇങ്ങനെ ഇരുന്നതിനെ പിടിച്ച് താഴോട്ട് വലിച്ച് കുറച്ചുകൊണ്ട് വരുവാണ്. ഓക്കെ, ആൻഡ് ഒരു പോയിന്റ് ഉണ്ടാവും. ഏത് പോയിന്റ്? ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അതെന്ന് വിചാരിക്കാം. ആ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഇത് ഒരു ഹൊറിസോണ്ടൽ വെക്ടർ ആയിരിക്കും. കാരണം ഇതിനെ പിടിച്ച് താഴോട്ട് വലിച്ച് ഇങ്ങനെ ആക്കി. പിന്നെ അങ്ങോട്ട് നമ്മൾ ആ വെലോസിറ്റി വെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് താഴോട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇത് ലെറ്റ്സ് സേ പോയിന്റ് y ആണെന്ന് വിചാരിക്കാം. ആ വൈയിലെ വെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് താഴോട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മുകളിൽ പോകുന്തോറും ഈ യുവിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ ഒരു ആംഗിളിലായിരുന്നു. ആ ആംഗിൾ കുറഞ്ഞു വന്ന് ഹൊറിസോണ്ടലായി പിന്നെ താഴോട്ടായിരിക്കും അത് പോകുന്നത്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് താഴോട്ട് വരുന്നത്. ഓക്കെ, ഇനി എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു വെക്റ്റർ വരച്ചു കഴിഞ്ഞാൽ ആ വെക്റ്ററിനെ നമുക്ക് കമ്പോണൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, എന്താ കമ്പോണൻസ്? എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അതിനെ മാപ്പ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ വരച്ച പോലെ ആദ്യത്തെ പോയിന്റിലെ യു ഞാൻ എടുക്കുവാണ്, ഇനീഷ്യൽ വെലോസിറ്റി. ആ ഇനീഷ്യൽ വെലോസിറ്റിനെ ഇതാണ് വൈ ആക്സിസ് എന്ന് വിചാരിക്കുക, ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ആക്സിസിലോട്ട് ഞാൻ വരച്ചു ഇത്രയും ഡിസ്റ്റൻസ്. ഇത് അതിൻ്റെ എക്സ് കമ്പോണൻ്റ് ആയിരിക്കും. അതേപോലെ വൈ ആക്സിസിലോട്ട് ഇതിനെ വരച്ചു, ഇത് അതിൻ്റെ വൈ കമ്പോണൻ്റ് ആയിരിക്കും. ഓക്കെ, കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം ഓയില് പടമാണ് ഈ വരച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, ഓയില് വെക്ടർ ഞാൻ എക്സിലെ വെലോസിറ്റി വെക്ടർ വരച്ചു കഴിഞ്ഞാൽ അതിന് ചരിവ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ ഇത്രയും വെലോസിറ്റി വെക്ടർ ഉണ്ടായിരുന്നു, കമ്പോണൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം അതേ വെലോസിറ്റി കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുള്ള അതേ വെലോസിറ്റി വെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെലോസിറ്റി വെക്ടറിന്റെ എക്സ് കമ്പോണന്റ് ഒരിക്കലും മാറത്തില്ല, ഈ ഡിസ്റ്റൻസ് ഒരിക്കലും മാറത്തില്ല. പക്ഷെ വൈ കമ്പോണന്റ് കുറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റി വൈ കമ്പോണന്റിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ് കമ്പോണന്റ് കുറയുന്നില്ല, വൈ കമ്പോണന്റ് കുറഞ്ഞു. ഇനി കുറച്ചുകൂടെ ദൂരെ പോയാൽ വീണ്ടും ഇതിന്റെ ആംഗിൾ ഇത്തിരി കൂടെ കുറയും. അപ്പോൾ വീണ്ടും വൈ കമ്പോണന്റ് കുറഞ്ഞു. അപ്പോൾ ആദ്യം ഇത്രയും ഉണ്ടായിരുന്നു, പിന്നെ ഇത്രയുമായി, പിന്നെ ഇത്രയുമായി. അറ്റ് ദ ലാസ്റ്റ് പോയിന്റ് എയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വൈ കമ്പോണന്റ് 0 ആയി. ഓക്കെ, അതിനുശേഷം വീണ്ടും താഴോട്ട് പോയാൽ വൈ എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ വരച്ചു കഴിഞ്ഞാൽ വൈ കമ്പോണന്റ് നെഗറ്റീവ് ആയിരിക്കും.
ഓക്കെ, അത് എപ്പോഴും നമുക്ക് ഓർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഏത് വെക്ടറിനെ തന്നു കഴിഞ്ഞാലും നമുക്ക് എക്സ് കമ്പോണന്റ് വൈ കമ്പോണന്റ് കണ്ടുപിടിക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് എക്സ് കമ്പോണന്റ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് നമുക്ക് എക്സ് കമ്പോണന്റ് വൈ കമ്പോണന്റ് കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ പറയുവാണ് ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി എക്സ് കമ്പോണന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു വെക്ടർ തന്നു കഴിഞ്ഞാലും ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തരുവാണ്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു യു എന്ന് പറഞ്ഞ വെലോസിറ്റിയിലാണ് ഇത് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ യു ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ തന്നു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ ഇതിൽ തീറ്റ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് യു ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. ഇത് ഏത് വെക്ടർ വന്നാലും ട്രൂ ആണ്. ഇത് മനസ്സിലാവാത്തവർ വെക്ടേഴ്സ് ഒരിക്കൽ കൂടി പോയി കാണുക. പ്രീവിയസ് സെഷൻസിൽ അപ്ലോഡഡ് ആണ്. ആദ്യത്തെ 1 മുതൽ സെഷൻ 5 വരെ ഈ ചാപ്റ്ററിനെ കാണുക. ഒരിക്കൽ കൂടി ഇവിടെ കാർഡ്സിലുണ്ടാകും, അല്ലെങ്കിൽ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് അവയുടെ ലിങ്ക്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്ക് ഏത് വെക്ടറിൻ്റെ എക്സ് കമ്പോണൻറ്റ് എടുക്കണം എന്നുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി. അതേപോലെ ആ വെക്ടറിൻ്റെ വൈ കമ്പോണൻറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ് ഞാൻ എഴുതാൻ പോവാണ്. എന്തായിരിക്കും ഇനിഷ്യൽ വെലോസിറ്റി എക്സ് കമ്പോണന്റ്? യു ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. ഇതിനെ എനിക്ക് യു എക്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആക്സലറേഷൻ. എക്സ് കമ്പോണന്റിലെ ആക്സലറേഷൻ ശ്രദ്ധിക്കാം. എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഡയറക്ഷനിൽ ഇതിന് ആക്സലറേഷൻ ഒന്നുമില്ല. ഇവിടെ ആകെ ഉള്ളത് നമ്മൾ പറഞ്ഞു എന്ത് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റി ഓൺലി. ഇതിൽ ആകെ ഉള്ള ഇൻഫ്ലുവൻസ് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി ആണെങ്കിൽ താഴോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടോ അങ്ങോട്ടോ നമുക്ക് ആക്സലറേഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആക്സലറേഷൻ എനിക്ക് എന്ത് എഴുതാം? 0 ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ്. ഞാൻ എക്സ് കമ്പോണന്റിലുള്ളതെല്ലാം എക്സ് സഫിക്സ് എക്സ് വെച്ച് എഴുതുവാണ്. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് യു ഇൻ എക്സ് കമ്പോണന്റ്. എക്സ് കമ്പോണന്റിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ ആണ്. എക്സ് കമ്പോണന്റിലുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് 0 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വൈ കമ്പോണന്റിലോട്ട് വരാം. വൈ കമ്പോണന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് പറയണം. എങ്ങനെയാണ് ഇനിഷ്യൽ വെലോസിറ്റി പറയുന്നത്? ആ വെക്ടർ അറിയാം, അതിൻ്റെ ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈ കമ്പോണന്റ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെ യു ആണ് വെക്ടർ, തീറ്റയാണ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ യു സൈൻ തീറ്റ ആയിരിക്കും. ഇതിന് എനിക്ക് യു വൈ എന്ന് എഴുതാം. യു സഫിക്സ് വൈ. വൈ കമ്പോണന്റിലെ യു ആണ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ് എഴുതുന്നത്. ഇനി ആക്സലറേഷൻ. ആക്സലറേഷൻ എനിക്കറിയാം എന്താണ് ഇവിടെ ഉള്ളത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതെങ്ങോട്ടാ? താഴോട്ടാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവായി എടുത്താൽ ഈ യു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മുകളിലോട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ പോസിറ്റീവായി എടുത്തു. അപ്പോൾ എനിക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എനിക്ക് നെഗറ്റീവായി എടുക്കണം. ഇതായിരിക്കണം എ വൈ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം എക്സ് കമ്പോണന്റിലെ ഇനിഷ്യൽ വെലോസിറ്റി പറഞ്ഞു യു കോസ് തീറ്റ, എക്സ് കമ്പോണന്റിലെ ആക്സലറേഷൻ പറഞ്ഞു 0, വൈ കമ്പോണന്റിലെ ഇനിഷ്യൽ വെലോസിറ്റി പറഞ്ഞു യു സൈൻ തീറ്റ, ആൻഡ് വൈ കമ്പോണന്റിലെ ആക്സലറേഷൻ പറഞ്ഞു -g. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എപ്പോൾ എന്ത് 2 ഡയമെൻഷണൽ മോഷൻ തന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇതിനെല്ലാം റിസോൾവ് ചെയ്ത് അതിന് 1 ഡയമെൻഷണൽ മോഷൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് അതിന് ഏത് അൺനോൺ വേരിയബിൾ വേണമോ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും മറ്റൊന്നും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിലും ഇങ്ങനെ റിസോൾവ് ചെയ്ത് എനിക്ക് 1 ഡയമെൻഷണൽ മോഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ കാര്യം അവിടെ തീർന്നു. എന്നാലും നമ്മൾ പഠിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഇതിന് 3 ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ഡിറൈവ് ചെയ്യും. ഓക്കെ, ഈ ഡെറിവേഷൻസ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായി ഇങ്ങനെ കമ്പോണൻ്റായി തിരിച്ച് നമുക്ക് ഈ 3 ഇക്വേഷനും ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ്. ഒരിക്കൽ ഇതിനെ പൊന്തിച്ച് വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് ഞാൻ ബോളിനെ അടിച്ചു, അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ പോയി എത്തി വീഴാൻ എത്ര സമയമെടുക്കും? അതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി കാണാൻ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കമ്പോണൻ്റായി തിരിച്ചിട്ട് 1 ഡയമെൻഷണൽ മോഷൻ്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, എന്നാലും നമ്മളൊരു എളുപ്പത്തിന് വേണ്ടി ഇത് കണ്ടുപിടിച്ച് വയ്ക്കും. അപ്പോൾ അതാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. രണ്ടാമത് മാക്സിമം ഹൈറ്റ്. എത്ര ഹൈറ്റ് ഇത് പൊങ്ങി? ഞാൻ ക്രിക്കറ്റ് ബോളിനെ ബാറ്റ് കൊണ്ട് അടിച്ചു, അപ്പോൾ മാക്സിമം എത്ര ഹൈറ്റ് ഇതിന് പൊങ്ങാൻ പറ്റും? അതിനൊരു റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കും. മൂന്നാമത് ഹൊറിസോണ്ടൽ റേഞ്ച്. എത്ര ദൂരം പോകും? ഈ 3 കാര്യങ്ങൾക്കാണ് നമ്മൾ ഇനി ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി കാണാതെ പഠിക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് പറയാം. ടൈം ടേക്കൺ ഫോർ ദി ഒബ്ജക്റ്റ് ടു മൂവ് ഫ്രം O to B. O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത്. ആ O പോയിന്റിൽ നിന്നും B വരെ, അതായത് ഇത് പൊങ്ങി താഴെ തിരിച്ചു വരാൻ എത്ര സമയം എടുക്കും? അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അറ്റ് പോയിന്റ് B വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് SY is equal to 0. എന്താ അവിടെ ഉദ്ദേശിച്ചത്? ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് Y ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്.
വൈ ആക്സിസിൽ ഈ ബോൾ എത്ര ദൂരം പോയി എന്നുള്ളതാണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ വൈ ആക്സിസിൽ അതിന് ദൂരമൊന്നുമില്ല അല്ലേ, ഇവിടെ തന്നെ നിൽക്കുവാണ്, ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുവാണ്, അപ്പം വൈ ആക്സിൽ ദൂരമില്ല. വൈ ആക്സിസിൽ ഇങ്ങനെ പോകും തോറും വൈ ആക്സിസിലെ ദൂരം കൂടി പോയി ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആയി. തിരിച്ച് ഇത് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ വീണ്ടും വൈ ആക്സിസിലെ ദൂരം 0 ആണ്. കാരണം ഇത് എവിടെ നിലത്തിൽ നിന്നും പൊങ്ങി തിരിച്ച് നിലത്ത് തന്നെ വന്ന് വീണു. അപ്പം നിലത്ത് നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ദൂരമൊന്നുമില്ല, വന്ന് ഇറങ്ങുമ്പോൾ അതിന് ദൂരമൊന്നുമില്ല. ഓക്കെ, ഒരിക്കൽ ഞാൻ ക്രിക്കറ്റ് ബോൾ അടിച്ചു കഴിഞ്ഞാൽ അത് ബൗണ്ടറിയിൽ ചെന്ന് താഴെ വീഴുമ്പോൾ ആ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഹൈറ്റ് ഒന്നുമില്ല. കാരണം ഞാൻ ഗ്രൗണ്ടിൽ നിന്നാണ് അടിച്ചത് അല്ലെങ്കിൽ നിലത്ത് നിന്നാണ് അടിച്ചത്, അത് തിരിച്ച് വീഴുന്നത് നിലത്ത് തന്നെയാണ്. അപ്പോൾ എൻഡ് പോയിന്റിൽ എപ്പോഴാണോ അത് വീഴുന്നത് ആ സമയത്ത് അതിൻ്റെ വൈ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അതാണ് നമ്മൾ എഴുതിയത് അറ്റ് പോയിന്റ് ബി. ഇത് വന്ന് നിലത്തിൽ വീഴുന്ന സമയത്ത് ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ SY എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് 1 ഡയമെൻഷൻ മോഷന്റെ ഇക്വേഷൻസ് ഇതിന് അപ്ലൈ ചെയ്യാം. ഏത് ഡയറക്ഷനിലാണ്? വൈ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇൻ വൈ ഡയറക്ഷൻ നമുക്ക് 1 ഡയമെൻഷൻ മോഷന്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്താ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? നമുക്ക് എന്തറിയാം? SY is equal to UYT പ്ലസ് ഹാഫ് ഇൻറ്റു AYT സ്ക്വയർ. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, എനിക്ക് S is equal to UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. പക്ഷേ അത് വൈ ഡയറക്ഷനിലായതുകൊണ്ട് S സഫിക്സ് Y, അതേപോലെ U, അതായത് S ഡിസ്പ്ലേസ്മെന്റ് ഇൻ വൈ ഡയറക്ഷൻ, U സഫിക്സ് Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ ഇൻറ്റു T ടൈം പ്ലസ് ഹാഫ് ഇൻറ്റു AY ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ ഇൻറ്റു T സ്ക്വയർ. ഓക്കെ, എപ്പോഴും ഓർക്കുക, T ഒരു T ഉള്ളൂ. X ആക്സിസിൽ ഒരു T, Y ആക്സിസിൽ ഒരു T ഒന്നും ഇല്ല. അങ്ങനെ എഴുതി തെറ്റിക്കാറുള്ള പിള്ളേരുണ്ട്. T എപ്പോഴും ഒരൊറ്റ T ഉള്ളൂ. അതുകൊണ്ട് Tന് സഫിക്സ് ഒന്നും വരത്തില്ല. ബാക്കിയെല്ലാം നമ്മൾ വൈ ഡയറക്ഷൻ നമ്മൾ എഴുതി. നമുക്ക് എന്തൊക്കെ അറിയാം? SY നമുക്കറിയാം 0 ആണെന്നറിയാം. ഓക്കെ, UY നമുക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് U സൈൻ തീറ്റ ആണെന്നറിയാം. ഓക്കെ, ആൻഡ് ഇൻറ്റു T. ഓക്കെ, ആൻഡ് ഹാഫ് ഇൻറ്റു AY ഇൻറ്റു T. ഈ T ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. AY നമുക്കറിയാം -G ആണെന്നറിയാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. SY എനിക്ക് 0 ആണെന്നറിയാം. അപ്പം ഞാൻ എന്തെഴുതാം? 0 is equal to UY ഇൻറ്റു T. UY എന്ന് പറയുന്നത് U സൈൻ തീറ്റയാണ്. U സൈൻ തീറ്റ ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു A. ഓക്കെ, പ്ലസ് ഈ A വന്നിട്ട് -G ആണ്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവിന് ഞാൻ പുറത്തെഴുതുവാണ്, മൈനസ് ഹാഫ് ഇൻറ്റു GT സ്ക്വയർ. ഓക്കെ, ഈ U സൈൻ തീറ്റ ഇൻറ്റു ടീനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് കിട്ടും? U സൈൻ തീറ്റ ഇൻറ്റു T ഈസ് ഈക്വൽ ടു ഹാഫ് GT സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 0 is equal to U സൈൻ തീറ്റ ഇൻറ്റു T മൈനസ് ഹാഫ് GT സ്ക്വയർ ആയിരുന്നു. ഹാഫ് GT സ്ക്വയറിനെ അപ്പുറത്ത് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക, ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ അത് പോസിറ്റീവായി. അപ്പോൾ U സൈൻ തീറ്റ ഇൻറ്റു T ഈസ് ഈക്വൽ ടു ഹാഫ് GT സ്ക്വയറിനായി Tയും Tയും കട്ട് ചെയ്ത് പോയി. ഒരു T ഇവിടെ വെച്ചിട്ട് ബാക്കി ഹാഫ് Gനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് T എന്തായിട്ട് കിട്ടി? ടീനെ ഞാൻ ക്യാപിറ്റൽ T ആയിട്ട് എഴുതുവാണ്. അതാണ് എനിക്ക് ഇവിടെ ഞാൻ ടൈം ഓഫ് ഫ്ലൈറ്റിന് ക്യാപിറ്റൽ T ആയിട്ടാണ് എഴുതുക. അപ്പോൾ ക്യാപിറ്റൽ T, സ്മോൾ ടിക്ക് പകരം ഞാൻ ക്യാപിറ്റൽ T ആയിട്ട് എഴുതുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് എന്ത് കിട്ടും? 2 ഇൻറ്റു ഈ ഹാഫ് അപ്പുറത്ത് പോകുമ്പോൾ 2 ആയി U സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ G. ഇതായിരിക്കും എൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, 2U സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ G. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എനിക്ക് അറിയാം എന്നുണ്ടെങ്കിൽ, അതേപോലെ ഏത് ആംഗിളിൽ ഞാൻ അടിച്ചു എന്നറിയാം എന്നുണ്ടെങ്കിൽ എനിക്ക് G അറിയാം. G 9.8 അല്ലെങ്കിൽ 10, റൗണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ 10 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 9.8. ഓക്കെ, അപ്പോൾ ബാക്കി രണ്ടും എനിക്കറിയാം, 2ഉം Gയും അറിയാം. അപ്പോൾ Uവും, അതായത് ഇനിഷ്യൽ വെലോസിറ്റി, ആ ബോളിനെ എത്ര ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ അടിച്ചു. ഇപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഞാൻ ബോൾ അടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ബോളിനെ അടിച്ചു, എത്ര സമയം കഴിഞ്ഞ് ആ ബോൾ വീഴുമെന്നാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് T. ആ T അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് U, ഇനിഷ്യൽ വെലോസിറ്റി ആയ Uവും സൈൻ തീറ്റ എന്ന് പറയുന്നത് ഞാൻ എന്ത് ആംഗിളിൽ അടിച്ചു എന്നുള്ളത്, അത് രണ്ടും അറിയാം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം ഓഫ് ഫ്ലൈറ്റ് എനിക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എത്ര സമയത്ത് ബോൾ പോയി ബൗണ്ടറിക്ക് പുറത്ത് വീഴും അല്ലെങ്കിൽ ക്യാച്ച് പിടിക്കും എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? T is equal to 2U സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ G. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം മാക്സിമം ഹൈറ്റ്. എത്ര ഹൈറ്റ് ഇത് പോകും? ഞാൻ അടിച്ചു കഴിഞ്ഞാൽ, അടിച്ച് പൊന്തിച്ചു കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് വരെ ഇതിന് പോകാൻ പറ്റും? അതാണ് അടുത്ത എൻ്റെ ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കാം. Maximum height H, this is achieved at point A as shown in the figure. Okay, ഏത് പോയിന്റിലാണ് ഇത് അച്ചീവ് ചെയ്യുന്നത്? പോയിന്റ് എയിലാണ്. എ എത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് എഴുതാം, ആ പോയിന്റിൽ തന്നെ എഴുതാം, അറ്റ് പോയിന്റ് എ
ഞാൻ വൈ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ആക്സിസിൽ എത്ര ഹൈറ്റ് പോയി എന്ന് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ വൈ ഡയറക്ഷൻ എടുക്കുകയാണ്. വൈ ഡയറക്ഷനിൽ എനിക്ക് എന്തൊക്കെ അറിയാം ശ്രദ്ധിക്കുക. എസ് വൈനെ ഞാൻ എച്ച് എന്ന് എടുത്തു എന്ന് വിചാരിക്കുക, അതാണ് എൻ്റെ ഹൈറ്റ് അല്ലേ. എസ് വൈ എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ്, വൈ ആക്സിസിൽ എത്ര ഡിസ്റ്റൻസ് ആയി. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്ര ഡിസ്റ്റൻസ് ആയി എന്നുള്ളത് മാക്സിമം ഹൈറ്റ് ആണ്. അതിനെ ഞാൻ എച്ച് എന്ന് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ അറിയാം, വി വൈ നമുക്കറിയാം. വി വൈ എത്രയാണ്, എങ്ങനെയാണ് വി വൈ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആംഗിൾ ഇത് കുറഞ്ഞു വരും. ഇത് ആദ്യം ഇങ്ങനെയാണ് അടിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്രാവിറ്റി ഇതിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറഞ്ഞു വന്ന് ഈ പോയിന്റിൽ വരുമ്പോൾ ഇത് ഫ്ലാറ്റ് ആകുമ്പോൾ എന്തായി ഇതാ നോക്കുക. ഇങ്ങനെ ഇരുന്നപ്പോൾ ഇത്രയായിരുന്നു ഇതിൻ്റെ യു സൈൻ തീറ്റ അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ. ഇതിൻ്റെ ആംഗിൾ കുറഞ്ഞ് ഇത് 0 ആയി കഴിഞ്ഞാൽ വൈ ആക്സിസിൽ ഇതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി കമ്പോണൻസ് എത്രയായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ വി വൈനെ എനിക്ക് 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി യു വൈ എനിക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. യു വൈ എന്ന് പറയുന്നത് ഇതാണ്ട് യു സൈൻ തീറ്റയാണ്. എ വൈയും എനിക്കറിയാൻ പറ്റും. എ വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ജി ആണ്, അതും ഞാൻ നേരത്തെ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, വി വൈ സ്ക്വയർ മൈനസ് യു വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2ay ഇൻറ്റു എസ് വൈ എന്ന് എഴുതാം. ഒരിക്കൽ കൂടി വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഇക്വൽ ടു 2as എന്ന് പറഞ്ഞ് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വൺ ഡയമെൻഷണൽ മോഷൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഞാൻ എഴുതിയത്. പക്ഷെ അതെല്ലാം വൈ ആക്സിസിൽ എഴുതി. അതുകൊണ്ട് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വരും വി വൈ സ്ക്വയർ മൈനസ് യു വൈ സ്ക്വയർ. വൈ ആക്സിസിലെ ഫൈനൽ വെലോസിറ്റി മൈനസ് വൈ ആക്സിസിലെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ ഇൻറ്റു വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് അറിയാം. ഇപ്പോൾ അവിടെ എഴുതിയതേ ഉള്ളൂ. വി വൈ സ്ക്വയർ എനിക്കറിയാം 0 ആണ്. അപ്പോൾ 0 മൈനസ് യു വൈ സ്ക്വയർ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു നെഗറ്റീവ് ജി 2 ഇൻറ്റു നെഗറ്റീവ് ജി ഇൻറ്റു എസ് വൈ എന്ന് പറയുന്നത് എച്ച് ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട ഈ എച്ച് ആണ്. അപ്പോൾ എച്ച് ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എച്ച് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും, ഈ നെഗറ്റീവും കട്ടായി പോകും. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇതായിരിക്കും എനിക്ക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എനിക്ക് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് ക്രിക്കറ്റ് ബോളിനെ അടിച്ചു. അപ്പോൾ ആ അടിച്ചപ്പോൾ അതിന് എത്ര ഇനിഷ്യൽ സ്പീഡ് ഉണ്ട് ആ ബോളിന് എന്നറിയാമെന്നുണ്ടെങ്കിൽ, അതേപോലെ ആ തീറ്റ ഏത് ആംഗിളിൽ ഞാൻ അടിച്ചു എന്നറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെച്ചും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, യു സ്ക്വയർ ആ അടിച്ച വെലോസിറ്റിയുടെ സ്ക്വയർ, അടിച്ച ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആ അടിച്ച ആംഗിളിൻ്റെ സൈൻ്റെ സ്ക്വയർ എടുക്കുക ഡിവൈഡഡ് ബൈ 2g. ജി നമുക്കറിയാം 9.8 ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും അറിയാമെങ്കിൽ എനിക്ക് മാക്സിമം ഹൈറ്റും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് വേണം, എത്ര ദൂരം പോയി എന്നറിയണം. ഓക്കെ, ഞാൻ അടിച്ചു, ബൗണ്ടറിക്ക് പുറത്ത് പോകുമോ അതോ ലോങ് ഓണിലുള്ള ആൾ ക്യാച്ച് പിടിക്കുമോ എന്നെനിക്കറിയണം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ഒരിക്കൽ കൂടി അറ്റ് പോയിന്റ് ബി, ഞാൻ ബിയിലെ കാര്യമാണ് പറയുന്നത്. കാരണം ബി എത്തുമ്പോഴാണ് ഇത് താഴെ വന്ന് വീഴുന്നത്. അപ്പോഴായിരിക്കും എനിക്ക് എത്ര ദൂരം എന്ന് മനസ്സിലാവുന്നത്. ഈ ഒ ബി ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ല. ഈ ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് വിളിക്കുവാണ്. ഓക്കെ, ഈ ഹൈറ്റ് ആയിരുന്നു എച്ച് ഞാനിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആറാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ബി പോയിന്റ് എടുക്കുവാണ്, എന്നിട്ട് അവിടെ എല്ലാം അപ്ലൈ ചെയ്യുവാണ്. ഏത് കമ്പോണൻറ്റില്ല, എക്സ് കമ്പോണൻറ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എക്സ് ഡയറക്ഷൻ എടുക്കുവാണ്. എക്സ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എസ് എക്സിന് എന്ത് എഴുതാം, ഈ ഡിസ്റ്റൻസ് ആണ്, അതിന് നമ്മൾ ആർ എന്ന് പറയുന്നു. ഓക്കെ, ആറാണ്. ഓക്കെ, യു എക്സ് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. യു എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ ആണ്. യു കോസ് തീറ്റ. എ എക്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. എ എക്സ് പറഞ്ഞു. ടി നമുക്കറിയാം, ടി നമ്മളിവിടെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ആ പോയി എത്താനുള്ള സമയം 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി ആണ്. ഇവിടെ ഡിറൈവ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ എങ്ങനെയാണ്, എസ് ഇസ് ഈക്വൽ ടു എസ് എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ. ഒരിക്കൽ കൂടി എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ഞാൻ എക്സ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാം എസ് സഫിക്സ് എക്സ്, എക്സ് ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എക്സ് ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടി പ്ലസ് എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ ഇൻറ്റു ഹാഫ് ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് ഒരിക്കൽ കൂടി അറിയാം എ എക്സ് 0 ആയതുകൊണ്ട് ഈ പോർഷൻ 0 ആയിപ്പോയി.
അല്ലേ? AX0 ആയതുകൊണ്ട് ആ ടേമേ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ SX is equal to UX into T ആണ്. UX എനിക്കറിയാം, U cos theta, T എനിക്കറിയാം. അത് രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ SX ന് പകരം ഞാൻ R എന്ന് എഴുതുകയാണ്. അത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് U cos theta into 2U sin theta divided by G. ഓക്കെ, ഇതിൽ ഈ കോസ് തീറ്റയും 2 sin തീറ്റ കോസ് തീറ്റ അതെനിക്കറിയാം. sin 2 തീറ്റയാണ്. മാത്തമാറ്റിക്കൽ ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. 2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെനിക്ക് sin 2 തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിനെ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി എന്തെല്ലാം ഉണ്ട്? ഇവിടെ U ഉണ്ട്, 2 U ഉണ്ട്. അപ്പോൾ U² എന്ന് എഴുതാം ഇൻറ്റു sin 2 തീറ്റ ഡിവൈഡഡ് ബൈ G എന്ന് എനിക്ക് എഴുതാം. ഇതായിരിക്കും റേഞ്ചിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പറ്റി. ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ്, എത്ര സമയമെടുക്കും ഞാൻ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് വലിച്ച് ബോളിനെ അടിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടായിരിക്കും അത് പോയി താഴെ വീഴുന്നത്. അതിനാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചത്. 2U sin theta ഡിവൈഡഡ് ബൈ G. എങ്ങനെയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്ത്? Y ഡയറക്ഷനിൽ S is equal to UT plus half AT² എന്ന് പറഞ്ഞത് അപ്ലൈ ചെയ്തു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത് മാക്സിമം ഹൈറ്റ്, ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എത്ര ദൂരം അത് പൊങ്ങും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ നടുക്കുള്ള പോയിന്റ്, മാക്സിമം ഹൈറ്റ് ഉള്ള പോയിന്റ് എടുത്തു. എന്നിട്ട് V² - U² 2AS എന്നുള്ളത് Y ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടി. H is equal to U² sin² theta divided by 2G. ഓക്കെ, മൂന്നാമത് റേഞ്ച്, എത്ര ദൂരം ഇത് പോകും എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം പോയിന്റിൽ, അതായത് താഴെ വീഴുന്ന പോയിന്റിൽ എടുത്തിട്ട് അവിടെ X ഡയറക്ഷനിൽ S is equal to UT plus half AT² എന്നുള്ളത് അപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി U² sin 2 theta divided by G എന്ന് കിട്ടി. ഈ 3 റിലേഷൻഷിപ്പും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സിലബസ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ച് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്, ഇത് കാണാതെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് 3ഉം എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ അതാത് ഡയറക്ഷനിൽ, അതാത് കമ്പോണൻറ്റിൽ ഇതിനെ റിസോൾവ് ചെയ്തു. ഇപ്പോൾ U ആണെങ്കിൽ യുവിനെ X കമ്പോണൻറ്റ് Y കമ്പോണൻറ്റ് എടുത്തു. A ആണെങ്കിൽ ആക്സലറേഷനെ X കമ്പോണൻറ്റ് Y കമ്പോണൻറ്റ് എടുത്തു. ഡിസ്റ്റൻസിൻ്റെ X കമ്പോണൻറ്റ് Y കമ്പോണൻറ്റ് എടുത്തു. എന്നിട്ട് 1 ഡയമെൻഷണൽ ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്തു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതിന്. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം നിർബന്ധമില്ല. പക്ഷെ പരീക്ഷയ്ക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതേ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായി ഇത് വെച്ച് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് കൂടെ ഞാൻ പറഞ്ഞു. റിലേഷൻഷിപ്പ് അല്ല, ഇതിൻ്റെ ഒരു സബ്സെക്ഷൻ തന്നെയാണ്. ആംഗിൾ ഫോർ മാക്സിമം റേഞ്ച്. ഓക്കെ, ഞാൻ ക്രിക്കറ്റ് ബോളിന് അടിച്ചു. ഓക്കെ, അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആസ് എ ബാറ്റ്സ്മാൻ ഞാൻ എന്തായിരിക്കും ആലോചിക്കുന്നത്? എനിക്ക് എത്ര ദൂരം ഇത് പോകാൻ പറ്റുമോ അത്രയും ദൂരം പോകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 കാര്യം ചെയ്യാൻ പറ്റും. എനിക്കറിയാം R ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. U² sin 2 theta ഡിവൈഡഡ് ബൈ G ആണ് R. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റീൻ്റെ സ്ക്വയറിനെയും sin 2 തീറ്റയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ 2 തീറ്റയായിരിക്കും എന്ത് ആംഗിളിൽ ഞാൻ അടിക്കുന്നു, എത്ര സ്പീഡിൽ അടിക്കുന്നു. ഈ സ്പീഡ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മാക്സിമം ഞാൻ ശക്തി കൊടുത്ത് അടിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ അതൊരു മാക്സിമം വാല്യൂ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പിന്നെ പറ്റുന്നത് ആ തീറ്റയിനാണ്. ഏത് ആംഗിളിൽ ഞാൻ അടിക്കണം? നേരെ പൊക്കി ഇങ്ങനെ അടിക്കണോ, അതോ താഴ്ത്തി അടിക്കണോ, അതോ ആവറേജ് ആയിട്ട് അടിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് U ഒരു കോൺസ്റ്റന്റ് ആയി കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് ഡയറക്ഷനിലായിരിക്കണം അല്ലെങ്കിൽ എന്ത് ആംഗിളിലായിരിക്കണം ഞാൻ ആ ബോളിനെ അടിക്കേണ്ടത് എന്നതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഞാൻ പറയുവാണ്, ഇഫ് U is a constant, ഓക്കെ, റേഞ്ച് മാക്സ് R മാക്സ് ഞാൻ എഴുതുവാണ്. R മാക്സ് വിൽ ഹാപ്പൻ. എപ്പോഴാണ് R മാക്സ് വരുന്നത്? sin 2 തീറ്റയുടെ വാല്യൂ മാക്സിമം ആകുമ്പോഴായിരിക്കും R മാക്സിമം ആവുന്നത്. കാരണം U കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ sin 2 തീറ്റ എപ്പോൾ മാക്സിമം ആവുന്നു അപ്പോഴായിരിക്കും എനിക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ sin 2 തീറ്റ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? എപ്പോഴും ഓർക്കുക, sin തീറ്റയുടെ ഗ്രാഫ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈൻ കർവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് പോകുന്നത് മാക്സിമം ഇതിന് പോകാൻ പറ്റുന്നത് 1 ആയിരിക്കും, മിനിമം ഇതിന് പോകാൻ പറ്റുന്നത് -1 ആയിരിക്കും. അപ്പോൾ സൈൻ എന്തെഴുതിയാലും അതിൻ്റെ മാക്സിമം വാല്യൂ 1 ആയിരിക്കും. സൈൻ ഓഫ് എനി ആംഗിൾ, സൈൻ ഓഫ് എനി തീറ്റ, സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ, സൈൻ എക്സിന് ഏതുവരെ പോകാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പോഴും 1 വരെ പോകാൻ പറ്റത്തുള്ളൂ. അതിന് മിനിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് -1 വരെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ sin 2 തീറ്റ 1 ആവുമ്പോഴായിരിക്കും എനിക്ക് റേഞ്ച് മാക്സിമം ആവുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? sin 2 തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. വിച്ച് മീൻസ് ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. sin 2 തീറ്റ 1 ആണെങ്കിൽ sin 90 ആണ് 1 എന്ന് എനിക്കറിയാം.
അപ്പോൾ 2 തീറ്റ 90 ഡിഗ്രി ആണ്. 2 തീറ്റ 90 ആവണമെന്നുണ്ടെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അടിക്കുമ്പോൾ കറക്റ്റ് 45 ഡിഗ്രിയിൽ എനിക്ക് അടിക്കാൻ പറ്റിയാൽ, ഓക്കെ, എൻ്റെ ശക്തി എത്രയാണോ അത് ഉപയോഗിച്ച് ഞാൻ കറക്റ്റ് 45 ഡിഗ്രിയിൽ അടിക്കുമ്പോഴായിരിക്കും എനിക്ക് മാക്സിമം ദൂരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് വെച്ച് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കൽ കൂടി നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചു, T = 2u sin θ / g. H പഠിച്ചു, u² sin² θ / 2g. ആൻഡ് R പഠിച്ചു, റേഞ്ച് പഠിച്ചു, u² sin 2θ / g. ആൻഡ് മാക്സിമം റേഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ 45 ഡിഗ്രിയിൽ അടിക്കണം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 m/s അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ. ഓക്കെ, ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്തു, ഒരു സാധനം, ബോഡി എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഒരു സാധനത്തിനെ പ്രൊജക്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്തത് എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി u പറഞ്ഞിട്ടുണ്ട് അല്ലേ, u 30 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് എഴുതുവാണ്, ഡേറ്റ 30 m/s ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് എ വെർട്ടിക്കൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി, നമ്മൾ എപ്പോഴും തീറ്റ എടുത്തത് എപ്പോഴാണ്? ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ ആണ് തീറ്റ എടുത്തത്. ഓക്കെ, ഈ പറഞ്ഞ u sin 2u sin θ / g, u² sin² θ / 2g, u² sin 2θ / g, ഇതെല്ലാം തീറ്റ എങ്ങനെയാണ്? ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ ആണ്. പക്ഷെ ഇവിടെ നോക്കുക, 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇങ്ങനെയാണ് നമ്മൾ വെക്ടർ കിടക്കുന്നത്, യു കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് ഹൊറിസോണ്ടൽ, ഇതാണ് വെർട്ടിക്കൽ. അപ്പോൾ വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിൾ ആണ് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഹൊറിസോണ്ടൽ വെർട്ടിക്കലും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ അത് 30 ആണെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ആംഗിൾ 30 ആണെങ്കിൽ 90 മൈനസ് ആ 30 ആയിരിക്കും ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിൾ. അപ്പോൾ അത് 60 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ ഇവിടെ 60 ഡിഗ്രിയാണ്. ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ എന്നവർ തരും ക്വസ്റ്റ്യൻ. വളരെ ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ ആണ് എടുക്കുന്നത്. അപ്പം ഇത് 30 ആണെങ്കിൽ 90 മൈനസ് ആ 30 ആയിരിക്കും നമ്മുടെ തീറ്റ. എങ്ങനെ? വെർട്ടിക്കലായിട്ടുള്ള ആംഗിൾ 30 ആണെങ്കിൽ 90 മൈനസ് 30 ആയിരിക്കും നമ്മുടെ തീറ്റ വരുന്നത്. അപ്പോൾ തീറ്റ 60 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്, H കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് T കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ച് R കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ബോർഡിലുള്ളത് എഴുതിയെടുക്കുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കൽ കൂടി u തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്, H, T, R 3 എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് H = u² sin² θ / 2g ആണ്. ദാറ്റ് ഈസ് u നമുക്കറിയാം 30 ആണ്. 30² ഇൻറ്റു sin² 60 / 2 ഇൻറ്റു g 9.8 ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ 10 ആയിട്ട് എടുത്താലും മതി, റൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത് 30² 900 ആണ്. 900 / 10 എന്ന് പറയുന്നത് 90 ആണ്. 90 / 2 45 ആണ്. sin² 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 സ്ക്വയർ ആണ്. √3/2 സ്ക്വയർ എന്ന് പറയുന്നത് 3/4 ആണ്. ഓക്കെ, അപ്പോൾ 45 ഇൻറ്റു 3/4 ഇതായിരിക്കും, ഇത്രയും മീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, മനസ്സിലാവാത്ത ഇതൊന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. ഓക്കെ, അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണോ അത് തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, റേഞ്ച് R ചോദിച്ചിട്ടുണ്ട്. R എന്ന് പറയുന്നത് u² sin 2θ / g ആണ്. ഓക്കെ, 30² sin 120 / 10. ഒരിക്കൽ കൂടി 900 / 10 90. sin 120 എന്ന് പറയുന്നത് √3/2 ആണ്, cos 30 ആണ്. ഓക്കെ, 90 ഇൻറ്റു √3/2 അല്ലെങ്കിൽ 45√3 ഇതായിരിക്കും ആൻസർ. ഒരിക്കൽ കൂടി മനസ്സിലാവാത്തവർ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. മീറ്റർ എഴുതാൻ മറക്കരുത്. m/s ആണ് ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മീറ്റർ തന്നെ ആയിരിക്കും. SI യൂണിറ്റിലാണെങ്കിൽ SI യൂണിറ്റിൽ തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ടൈം T 2u sin θ / g ആണ്. 2 ഇൻറ്റു 30 ഇൻറ്റു sin 60 / 10 ഇത്രയും സെക്കൻഡ്സ് ആയിരിക്കും. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ഒരു സ്പെഷ്യൽ കേസിലോട്ട് വരാം. ഓക്കെ, ഇഫ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം എ ഹൈറ്റ് h. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ചു ഗ്രൗണ്ടിൽ നിന്നും ഒരു ഫുട്ബോളിന് അടിച്ചു. അപ്പോൾ അതിങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീണു, പാരബോളിക് ഷേപ്പ് എടുത്ത് വീണു. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ആയിരുന്നു പഠിച്ചത്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്നും എടുത്ത് ചാടുന്നത്, അല്ലെങ്കിൽ ഒരു കല്ലിനെ എടുത്ത് എറിയുന്നത്.
ഓക്കെ, ഒരാൾ നിൽക്കുന്നു, ഞാൻ കല്ലിനെ എടുത്തറിഞ്ഞു, അപ്പോൾ എൻ്റെ ഹൈറ്റിൽ നിന്നാണ് ഞാൻ കല്ലിനെ എടുത്തറിയുന്നത്. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ ഇതിങ്ങനെ വന്നായിരിക്കും വീഴുന്നത്, ഒരു ഹൈറ്റിൽ നിന്നായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ ഹൈറ്റിന് നമുക്ക് H എന്ന് പറയാം, ക്യാപിറ്റൽ H. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഫ്രം എ ഹൈറ്റ് H. ഓക്കെ, ഇനി ഈ പോയ ദൂരം അതിന് നമുക്ക് R എന്ന് പറയാം. ആൻഡ് അതിന് പോകാനെടുത്ത സമയം അവിടെ T ആയിരിക്കും. ഒരിക്കൽ കൂടി ഈ പറഞ്ഞ HRT തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇൻ y ഡയറക്ഷൻ നമുക്ക് എന്ത് പറയാം, ആദ്യം യുവിന് y ഡയറക്ഷൻ, യു എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഈ പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഞാൻ നേരെ എറിയുവാണ്, ആ കേസാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ y ഡയറക്ഷനിൽ uy എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, sy എന്ന് പറയുന്നത് H ആണെന്നറിയാം. ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് ഇത് ഇത്രയും ദൂരം പോയാണ് വീഴാൻ പോകുന്നത്. അപ്പോൾ വീഴുന്നത് താഴോട്ടായതുകൊണ്ട് ഞാൻ അതിനെ നെഗറ്റീവായി എടുക്കുന്നു. ഓക്കെ, ay എന്ന് പറയുന്നതും താഴോട്ട് ഗ്രാവിറ്റി ഉണ്ട്, അപ്പോൾ അതിന് നെഗറ്റീവ് g എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്ത് ഇക്വേഷനാണ്? sy ഈസ് ഈക്വൽ ടു ഒരിക്കൽ കൂടി uy ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ay ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, ടി ക്യാപിറ്റൽ ടി ആണ്, അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ടൈം. ഓക്കെ, അപ്പോൾ sy എന്ന് പറയുന്നത് നെഗറ്റീവ് H ആണ്. അപ്പോൾ നെഗറ്റീവ് H ഇസ് ഈക്വൽ ടു uy ഇൻറ്റു ടി, ഈ ടേം 0 ആയി പോകും കാരണം uy 0 ആണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു നെഗറ്റീവ് g ഇൻറ്റു ടി സ്ക്വയർ, ക്യാപിറ്റൽ ടി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടി എന്തായിട്ട് കിട്ടി? ടീനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കട്ട് ചെയ്ത് പോയി, ഈ 2 അപ്പുറത്ത് പോയാൽ 2h ആയി, താഴെ g വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുന്നത് 2h ഡിവൈഡഡ് ബൈ g ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ g ആണ്. അപ്പോൾ ഒരു ഹൈറ്റിൽ നിന്നും ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നേരെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, നേരെ ഞാൻ എറിയുന്നു. ഒരു കല്ലിനെ ഞാൻ 1.5 മീറ്റർ ആണെന്ന് വിചാരിക്കാം എൻ്റെ ഹൈറ്റ്, ഞാൻ ഒരു കല്ലിനെ നേരെ എറിയുന്നു, അല്ലെങ്കിൽ ഞാൻ തുപ്പിക്കളയുന്നു കല്ലിനെ, അങ്ങനെ വിചാരിക്കാം. അങ്ങനെ ഒരു കേസിലാണെങ്കിൽ നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര സമയം കൊണ്ട് അത് പോയി താഴെ മുട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഗ്രാവിറ്റി നമുക്കറിയാം. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു എൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഇൻ എക്സ് ഡയറക്ഷനിൽ നമുക്ക് SX അറിയാം, ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഈ ദൂരം എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് ഈ ദൂരം തന്നെയാണ്, ഇത്രയും ദൂരമാണ് ആ സാധനം പോയി വീഴുന്നത്. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരും പിടിച്ചൊന്നും വലിക്കുന്നില്ല, ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. ഗ്രാവിറ്റി ആണെങ്കിൽ താഴോട്ടാണ്, അത് y ആക്സിസിലാണ്. അപ്പോൾ AX എന്ന് പറയുന്നത് 0 ആയി. UX എന്ന് പറയുന്നത് നേരെയാണ് ഞാൻ എറിയുന്നത്, അപ്പോൾ UX എന്തായിരിക്കും? ഞാൻ എന്തെറിയുന്നു അത് തന്നെ ആയിരിക്കും UX, അപ്പോൾ അത് U തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി എനിക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എക്സ് ആക്സിസിൽ SX ഇസ് ഈക്വൽ ടു UX ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു AX ഇൻറ്റു ടി സ്ക്വയർ. S ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്, വേറെ ഒരു മാജിക്കും ഇല്ല ഇവിടെ. ഓക്കെ, അപ്പോൾ എനിക്കറിയാം AX 0 ആണ്, അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. ഓക്കെ, UXും ടിയും എനിക്കറിയാം. ഓക്കെ, UX U ആണ്, SXനെ ഞാൻ R എന്ന് എഴുതുന്നു. അപ്പോൾ R ഇസ് ഈക്വൽ ടു UX എന്ന് പറയുന്നത് U ആണ്, U ഇൻറ്റു ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2h ഇൻറ്റു g ആണ്, 2h ഡിവൈഡഡ് ബൈ g ആണ്. അപ്പോൾ എനിക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണം. ഞാനൊരു സാധനം എടുത്ത് നേരെ എറിയുവാണ്, അങ്ങനെ നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരത്തിൽ അത് പോയി വീഴും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയേണ്ട ഇത്രയും മതി. ഞാൻ എത്ര സ്പീഡിൽ എറിഞ്ഞു എന്നുള്ളതും എൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ എത്ര ഹൊറിസോണ്ടൽ റേഞ്ച് ഉണ്ടെന്ന് കിട്ടും. പലപ്പോഴും ഇത് ചോദിക്കുന്ന ഒരു മല മുകളിൽ നിന്നും ഒരു സാധനം എടുത്ത് എറിഞ്ഞെന്നോ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഒരാളെടുത്ത് ചാടിയെന്നോ, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. എപ്പോഴും ഓർക്കുക, ഈ നമ്മൾ പറഞ്ഞ കേസ് എങ്ങനെയാണ്? ഹൊറിസോണ്ടലി സ്ട്രെയിറ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്താണ്. ഇനി വേറെയും കേസുണ്ട് ഇതിൽ. ഇതേ ഒരു ഹൈറ്റിൽ നിന്നും വേറെ ഒരു ആംഗിളിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താലോ, അതായത് ഞാൻ നേരെ എറിയാതെ മുകളിലോട്ട് ഞാൻ എറിയുവാണ്, അങ്ങനെയാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ നേരെ എഴുതാതെ ഞാൻ താഴോട്ട് എറിയുവാണ്, ഇങ്ങോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലോ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് റിസോൾവ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ആത്ലീറ്റ് ജംപ്സ് അറ്റ് 30 ഡിഗ്രി വിത്ത് മാക്സിമം ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം എ 5 മീറ്റർ പ്ലാറ്റ്ഫോം. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു 5 മീറ്റർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അയാൾ ചാടുന്നത്. ഒരു ആത്ലീറ്റ് ജമ്പ് ചെയ്യുവാണ്. ഓക്കെ, ജമ്പ് ചെയ്യുമ്പോൾ ഒരു 5 മീറ്റർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ജമ്പ് ചെയ്യുന്നത്. ഇതേപോലെയുള്ളൊരു കേസാണ്. ഓക്കെ, പക്ഷെ അയാൾ എങ്ങനെയാണ് ജമ്പ് ചെയ്യുന്നത്? അയാൾ നേരെ അല്ല ജമ്പ് ചെയ്യുന്നത്, അയാൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടലാണ് ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ജമ്പ് ചെയ്തു. അപ്പോൾ അയാൾ ഇങ്ങനെ ആയിരിക്കും പോയി വീഴുന്നത് താഴോട്ട്.
ഇത് ഹൊറിസോണ്ടലായി എടുത്തു കഴിഞ്ഞാൽ അയാൾ പോകുന്ന പാത്ത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പോയായിരിക്കും വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് റിസോൾവ് ചെയ്യണം. എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ പാത്ത് ഫോളോഡ്? വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഷേപ്പ് ഓഫ് ദ പാത്ത് ഫോളോഡ് എപ്പോഴും പാരാബോള ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദി ജംപ്. എങ്ങനെ റേഞ്ച് കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വൈ ഡയറക്ഷനിൽ നോക്കാം. മുകളിലോട്ട് പോകുന്നതെല്ലാം ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുവാണ്. ഓക്കെ, ഞാൻ എല്ലാം വൈ ഡയറക്ഷനിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം വൈ ഡയറക്ഷനിൽ അപ്വേർഡ്, വൈ ഡയറക്ഷൻ അപ്വേർഡ്. എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ആദ്യം നമുക്ക് ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി പറയാം. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി അവർ തന്നിട്ടുണ്ട്. 20 മീറ്റർ പെർ സെക്കൻഡിലാണ് അയാൾ ജമ്പ് ചെയ്തത്, 20 മീറ്റർ പെർ സെക്കൻഡ്, ആൻഡ് 30 ഡിഗ്രിയിലാണ് അയാൾ ജമ്പ് ചെയ്തത്. അപ്പോൾ ഒരു വെക്റ്റർ ഉണ്ട്, ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ആംഗിളും തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വൈ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കുന്നത്? ഈ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ ആംഗിൾ, ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ. അപ്പോൾ എനിക്ക് യു വൈ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? യു വൈ അപ്വേർഡ് ആണ്, അപ്പോൾ ഞാൻ യു വൈ അപ്പ് എന്ന് എഴുതുവാണ്. യു വൈ അപ്വേർഡ് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? 20 ഇൻറ്റു സൈൻ 30 ചെയ്താൽ മതി. 20 ഇൻറ്റു സൈൻ 30 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എ വൈ അപ്പ് ഞാൻ പറയുവാണ്. മുകളിലോട്ടുള്ളത് ഞാൻ പോസിറ്റീവായി എടുത്തു. ഇത് മുകളിലോട്ടായിരുന്നു ഈ ഡയറക്ഷൻ വരുന്നത്, ഈ ഇനിഷ്യൽ വെലോസിറ്റി. അത് പോസിറ്റീവായി എടുത്തുകൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്കിത് നെഗറ്റീവ് ജി ആയിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ ചാടി ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? വി വൈ 0 ആണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വി ആദ്യം ഇനീഷ്യലി വെലോസിറ്റി ഇങ്ങനെ ആയിരുന്നു, അതിനെ ഗ്രാവിറ്റി പിടിച്ച് ഇങ്ങോട്ട് താഴോട്ട് വലിക്കുവാണ്. അപ്പം അത് വലിച്ച് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ പോകുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പോൾ വൈ കമ്പോണന്റ് 0 ആയിരിക്കും. അപ്പോൾ വി വൈ അപ്വേർഡ് എനിക്ക് 0 ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വി വൈ അപ്വേർഡ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? വി ഈസ് ഈക്വൽ ടു വി വൈ അപ്വേർഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അതായത് യു വൈ അപ്വേർഡ് പ്ലസ് എ ടി, എ വൈ അപ്വേർഡ് ഇൻറ്റു ടി എന്നെഴുതാം. ഓക്കെ, ഒന്നുമില്ല, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, വി എനിക്കറിയാം ഇത് 0 ആണ്. 0 ഈസ് ഈക്വൽ ടു യു എനിക്കറിയാം, യു വൈ അപ്വേർഡ് 20 സൈൻ 30 പ്ലസ് എ ഇൻറ്റു ടി, നെഗറ്റീവ് ജി ഇൻറ്റു ടി. ടി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. നെഗറ്റീവ് ജീനെ എനിക്ക് 10 ആയിട്ട് എടുക്കാം. ജി 10 ആയിട്ട്, എ വൈ അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 10 ഇൻറ്റു ടി. സൈൻ 30 ഹാഫ് ആണ്, അപ്പോൾ ഇത് 10 മൈനസ് 10 ടി. ഈ 10 ടീനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10 ടി ഈസ് ഈക്വൽ ടു 10, ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പോൾ ഇയാൾ മുകളിലോട്ട് എത്തിപ്പെടാൻ, ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തിപ്പെടാൻ ഇയാൾക്ക് 1 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. അത്രയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ മാക്സിമം പോയിന്റിൽ എത്താൻ എത്ര ഡിസ്റ്റൻസ് വേണ്ടി വന്നു? എസ് വൈ അപ്വേർഡ് ഞാൻ പറയുവാണ്. എസ് വൈ അപ്വേർഡ് പറയാൻ എനിക്ക് ഒരിക്കൽ കൂടി യു വൈ അപ്വേർഡ് പ്ലസ് ഇൻറ്റു ടി, യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ അപ്വേർഡ് ഇൻറ്റു ടി സ്ക്വയർ എന്നെഴുതാം. ടി എനിക്കറിയാം 1 സെക്കൻഡ് ആണ്. ഓക്കെ, യു വൈ അപ്വേർഡ് എനിക്കറിയാം 20 സൈൻ 30, അതായത് 10 തന്നെയാണ്. 20 സൈൻ 30 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 10 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1 പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ 10 തന്നെയാണ്. പക്ഷെ അത് നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്കിത് നെഗറ്റീവായി. ഓക്കെ, ഈ എ വൈ നെഗറ്റീവ് ആയതുകൊണ്ട് ആ നെഗറ്റീവ് ഇവിടെ നെഗറ്റീവായി. ഓക്കെ, ഇൻറ്റു 10 ഇൻറ്റു 1 സ്ക്വയർ. അപ്പോൾ 10 മൈനസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 1 സ്ക്വയർ 5 ആണ്. 5, അതായത് 5 മീറ്റർ ആണ് അയാൾ പോയത്. അതായത് അയാൾ മാക്സിമം പോയിന്റിൽ എത്താൻ ഇത്രയും ദൂരം, ഈ ഹൊറിസോണ്ടൽ വരച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരമാണ് നമ്മൾ പറയുന്നത്. ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം അത് 5 മീറ്റർ ആയിരുന്നു. ഓൾറെഡി ഇയാൾക്ക് ഒരു 5 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഇയാൾ ചാടുന്നത്. അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഒരു 5 മീറ്റർ കൂടെ കിട്ടി. അപ്പോൾ ടോട്ടൽ വൈ ഡയറക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഓക്കെ, 10 മീറ്റർ ആണ് ഇയാളുടെ ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ഡൗൺവേർഡ് ഡയറക്ഷൻ നോക്കാം.
ഡൗൺവേർഡ് ഡയറക്ഷനിൽ അയാൾ മുകളിൽ എത്തിപ്പെട്ടു, ഇനി താഴോട്ട് വരാൻ പോവാണ്. അപ്പോൾ താഴോട്ട് വരുന്ന ആ മോഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ താഴോട്ട് വരുന്ന മോഷൻ നമ്മൾ പറയുമ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി SY ഡൗൺവേർഡ് എന്ന് ഞാൻ പറയണം, YD എന്ന് ഞാൻ പറയുകയാണ്. SY ഡൗൺവേർഡ് ഇയാൾക്ക് 10 മീറ്റർ ഉണ്ട്. കാരണം ഓൾറെഡി 5 മീറ്ററിൽ ചാടി ഒരു 5 മീറ്റർ കൂടെ അയാൾ പോയി. അപ്പോൾ മൊത്തം 10 മീറ്ററാണ്. താഴോട്ട് ഇനി 10 മീറ്റർ വരാനുണ്ട്. അതാണ് ഞാൻ ഈ 10 എന്ന് എടുത്തത്. ഓക്കെ, താഴോട്ടായതുകൊണ്ട് വേണമെങ്കിൽ -10 എന്ന് എടുക്കാം. ഓക്കെ, AY എന്ന് പറയുന്നത്, AY ഡൗൺവേർഡ് എന്ന് പറയുന്നത് -10 തന്നെയാണ്. -G അല്ലേ, ഗ്രാവിറ്റി താഴോട്ടാണ്, അതുകൊണ്ട് നെഗറ്റീവായിട്ട് എടുത്തു. അപ്പോൾ -G ആണ്. ഓക്കെ, ഇനി UY ഡൗൺവേർഡ്സ്, അയാൾ ഇവിടെ എത്തുമ്പോൾ അയാൾക്കുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ എത്തുമ്പോൾ അയാൾക്ക് മുകളിലോട്ടും താഴോട്ടും ഒന്നും വെലോസിറ്റി ഇല്ല. അപ്പോൾ UY എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. SY ഡൗൺവേർഡ് ഇസ് ഈക്വൽ ടു UY ഡൗൺവേർഡ് ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു AY ഡൗൺവേർഡ് ഇൻറ്റു T² എന്ന് പറഞ്ഞാൽ ഈ UY ഡൗൺവേർഡ് 0 ആയിപ്പോയി. അപ്പോൾ ഇതെന്തായി, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു T² ദാറ്റ് ഈസ് ഈക്വൽ ടു SY. എനിക്കറിയാം SY ഡൗൺവേർഡ് എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 10 ഈസ് ഈക്വൽ ടു 5T². 10 ഈസ് ഈക്വൽ ടു 5T². അപ്പോൾ T എനിക്ക് കിട്ടിയത്, T എന്ന് പറയുന്നത് 10/5 ആണ്, 2 ആണ്. T², T എന്ന് പറയുന്നത് √2 ആണ്, √2 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ആദ്യം അയാൾ മുകളിൽ വരെ പോകാൻ 1 സെക്കൻഡ് എടുത്തു, പിന്നെ അവിടെ നിന്ന് താഴോട്ട് വരാൻ √2 സെക്കൻഡ്സ് എടുത്തു. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 + √2 സെക്കൻഡ്സ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി ജമ്പ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് X ഡയറക്ഷൻ നോക്കിയാൽ മതി. X ഡയറക്ഷനിൽ അയാൾ എത്ര ദൂരം പോയി എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതുവാണ് X ഡയറക്ഷനിൽ എനിക്ക് എന്ത് പറഞ്ഞാൽ മതി, SX ഇസ് ഈക്വൽ ടു UX ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു AX ഇൻറ്റു T². AX എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, X ഡയറക്ഷനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ച് വലിക്കാനൊന്നും ആളില്ല. അപ്പോൾ ഇത് 0 ആയിപ്പോയി. UX എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രിയിൽ ഒരു വെക്ടർ ഇരിക്കുവാണ്, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ X കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ 20 ഇൻറ്റു cos 30 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ UX എന്ന് പറയുന്നത് 20 cos 30 ആണ്. ഇൻറ്റു T എന്ന് പറയുന്നത് 1 + √2 ആണ്. അപ്പോൾ 20 cos 30 ഇൻറ്റു √2 + 1, ഇത്രയും ദൂരമായിരിക്കും അയാൾ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സജസ്റ്റ് ആൻ ആംഗിൾ ഫോർ മാക്സിമം റേഞ്ച്. എപ്പോഴും മാക്സിമം റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രിയിലായിരിക്കണം അയാൾ ജമ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം അതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. 3 കാര്യങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു, 3 റിലേഷൻഷിപ്പ്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്, എത്ര സമയം കൊണ്ട് അത് പൊന്തി താഴെ വീഴും എന്നുള്ളത്. രണ്ടാമത് മാക്സിമം ഹൈറ്റ്, എത്ര ദൂരം അത് മുകളിൽ പോകും എന്നുള്ളത്. മൂന്നാമത്തത് റേഞ്ച്, അല്ലെങ്കിൽ എത്ര ദൂരം പോകും എന്നുള്ള കാര്യം. ഇത് 3 നിങ്ങൾ കാണാൻ പഠിക്കുന്നത് യാതൊരു നിർബന്ധവും ഇല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസോൾവ് ചെയ്ത് 1 ഡയമെൻഷണൽ മോഷൻ്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, അതിനെ ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. രണ്ടാമത്, ഒരു ഹൈറ്റിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രൊജക്ടൈൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അതിന് 2 കേസസ് പഠിച്ചായിരുന്നു. ആദ്യത്തെ കേസിൽ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുന്നു, അതിനും നമ്മൾ റിലേഷൻഷിപ്പ് Tയും Rഉം എല്ലാം കണ്ടുപിടിച്ചായിരുന്നു. അതേപോലെ ഒരു ഹൈറ്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളൊരു പ്രോബ്ലം വഴി പഠിച്ചായിരുന്നു. മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരത്തില്ല, മിക്കവാറും എൻട്രൻസിനായിരിക്കും വരുന്നത്. പക്ഷേ ഈ കേസൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് അത് കമൻസിൽ എഴുതുക. അതേപോലെ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.